Good morning, students. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് എടുക്കാനുള്ളത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ദാറ്റ് ഈസ് V equal to 1/4πε0 Q by R. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ദാറ്റ് ഈസ് E equal to 1/4πε0 Q by R square. പിന്നെ ഡൈപോൾ എന്താന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്താ ഡൈപോൾ? ഡൈപോൾ എന്ന് പറഞ്ഞാൽ two equal and opposite charges separated by a small distance. അതാണ് ഒരു ഡൈപോൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പഠിച്ചിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദി ആക്സിസ് ആൻഡ് അലോങ് ദി ഇക്വറ്റോറിയൽ പോയിന്റ്. സിമിലർലി ഇനി നമുക്ക് ഇവിടെ എന്താണ് കാണേണ്ടത്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. ഇവിടെ നമുക്ക് അലോങ് ദി ആക്സിസ്, അലോങ് ദി ഇക്വേറ്റർ. പക്ഷെ ഇവിടെ നമ്മൾ രണ്ട് സെപ്പറേറ്റ് കേസുകളായിട്ട് പറയല്ല ചെയ്യുന്നത്. ഒരു ജനറൽ പോയിന്റ് എടുത്ത് അതിലേക്ക് സ്പെഷ്യൽ കേസായിട്ട് ഇക്വേറ്റോറിയൽ പോയിന്റും ആക്സിയൽ പോയിന്റും ചെയ്യാണ് ചെയ്യുന്നത്. സോ ലെറ്റ് us derive an expression for potential due to a dipole at any point. For that we consider a dipole consisting of two charges minus q plus q with center O. The A and the B. Now this distance A by 2, this distance A by 2, total distance A. Now we take a point P here. P is a point at a distance R from the center of the dipole. At a distance R from the center of the dipole. നമ്മൾ കാണുന്നത് പി എന്ന പോയിന്റിൽ ഈ ഡൈപോള് കാരണമുള്ള പൊട്ടൻഷ്യലാണ്. പി എന്ന പോയിന്റിൽ മൈനസ് ക്യൂ ചാർജ് കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. പി എന്ന പോയിന്റിൽ പ്ലസ് ക്യൂ എന്ന ചാർജ് കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആൻഡ് വി നോ ദാറ്റ് പൊട്ടൻഷ്യൽ ഒബേസ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ and therefore the net potential at P is given by the sum of potential at A and the and the potential at B. So the distance AP is equal to R1. This distance R1 and BP is equal to R2. Now OP makes an angle theta with the dipole length. OP makes an angle theta with the dipole length. So let us find the potential at the point P. For that, what is the potential at the point P due to minus Q charge? Potential at P due to minus Q charge, that is
പൊട്ടൻഷ്യൽ at P due to minus Q charge വരും V1 equal to 1/4πε0 minus Q by R1. പൊട്ടൻഷ്യൽ at P due to minus Q charge എന്ന് പറഞ്ഞാൽ 1/4πε0 minus Q by R1. Similarly, potential at P due to plus Q charge വരും V2 is equal to 1/4πε0 Q by R2. Therefore, net potential at P എന്ന് പറഞ്ഞാൽ V equal to V1 plus V2 ആണ്. V equal to V1 plus V2. അപ്പം എന്ത് വരും? V equal to V1 plus V2. Therefore, V equal to substitute ചെയ്യാണ് 1/4πε0 minus Q by R1 plus 1/4πε0 Q by R2. ഇതിൽ നിന്ന് കോമൺ ഫാക്ടർ പുറത്തെടുത്തു കഴിഞ്ഞാൽ എന്തുവരും? Q by 4πε0 ഇൻറ്റു പോസിറ്റീവ് ടേം ആദ്യം എടുക്കുകയാണെങ്കിൽ 1/R2 മൈനസ് 1/R1. 1/R2 മൈനസ് 1/R1 എന്തെഴുതാൻ പറ്റും? ദാറ്റ് ഈസ് Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു നമ്മുടെ LCM എടുക്കുകയാണെങ്കിൽ R1 മൈനസ് R2 ഡിവൈഡഡ് ബൈ R1 R2 ഇങ്ങനെ വരും. ഇതിന് ഇക്വേഷൻ 1 കൊടുക്കുക. പൊട്ടൻഷ്യൽ at P നമ്മളിങ്ങനെ എഴുതി Q by 4πε0 ഇൻറ്റു R1 മൈനസ് R2 ഡിവൈഡഡ് ബൈ R1 R2. ഇവിടെ R1 R2 എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂവിൽ നിന്നുള്ള ഡിസ്റ്റൻസും പ്ലസ് ക്യൂവിൽ നിന്നുള്ള ഡിസ്റ്റൻസുമാണ്. നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആറിൻ്റെ ടേമിലേക്ക് ഈ ഇക്വേഷനെ മാറ്റണം. അതിനു വേണ്ടി R1നെയും R2നെയും ആറിൻ്റെ ടേമിലേക്ക് മാറ്റണം. For that, what we do is draw a perpendicular from BN. We draw a perpendicular BN to OP and എന്ത് ചെയ്യാം? ഈ OP ഒന്നങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, എക്സ്റ്റെൻഡ് ചെയ്യാം. And then draw a perpendicular from A to this. AM. So draw BN perpendicular to OP and AM perpendicular to OP produced. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? ON ഇവിടെ ONB എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അതേപോലെ AMO അഥവാ OMA എന്ന് പറയുന്നത് മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ ONB എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് വി ഗെറ്റ് ON ഈക്വൽ ടു ON എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ
അഡ്ജസൻറ്റ് സൈഡാണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ കോസ് ആയിട്ട് വരും അല്ലേ. ദെർഫോർ a/2 കോസ് തീറ്റ ON ഈക്വൽ ടു a/2 കോസ് തീറ്റ. സിമിലർലി OM, ഈ OM A എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് OM എന്ന് പറയുന്നത് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. ദെർഫോർ OM ഇസ് ഈക്വൽ ടു a/2 കോസ് തീറ്റ. a/2 കോസ് തീറ്റ. ഈ ആംഗിൾ തീറ്റ ആയിട്ട് വരും. അപ്പോൾ ON-ഉം OM-ഉം എന്തായിട്ട് വന്നു? a/2 കോസ് തീറ്റ എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ നൗ R1 എന്ന ഡിസ്റ്റൻസ് എന്തായിട്ട് എഴുതാം? R1 ഈസ് ഈക്വൽ ടു, ഈ R1 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? MP-ക്ക് ഈക്വലാണ്. MP എന്ന് പറഞ്ഞാൽ OM പ്ലസ് OP. OM പ്ലസ് OP എന്ന് പറഞ്ഞാൽ എന്ത് വരും? R എന്ന് പറഞ്ഞാൽ OM എന്ന് പറഞ്ഞാൽ a/2 കോസ് തീറ്റ. ദെർഫോർ R പ്ലസ് a/2 കോസ് തീറ്റ എന്ന് വരും. R1 ഈക്വൽ ടു R പ്ലസ് a/2 കോസ് തീറ്റ. അതേപോലെ R2 ഇസ് ഈക്വൽ ടു, R2 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? NP-ക്ക് ഈക്വലാണ്. NP ആൻഡ് NP എന്ന് പറഞ്ഞാൽ എന്ത് വരും? R മൈനസ് ON ആണ്. R മൈനസ് ON എന്ന് പറഞ്ഞാൽ R മൈനസ് a/2 കോസ് തീറ്റ. അപ്പം R1-നും R2-നും നമുക്ക് R-ൻ്റെ ടേമിൽ ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യുക? R1-നും R2-നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. Q ഈക്വൽ ടു 4πε Q/4πε0, V ഈക്വൽ ടു Q/4πε0, R1 മൈനസ് R2 R1 ഇൻറ്റു R2. ഇവിടെ R1-നും R2-നും R1 ഈക്വൽ ടു R പ്ലസ് a/2 കോസ് തീറ്റ ആൻഡ് R2 ഈസ് ഈക്വൽ ടു R മൈനസ് a/2 കോസ് തീറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? We get V is equal to Q/4πε0 into R1 എന്ന് പറഞ്ഞാൽ R പ്ലസ് a/2 കോസ് തീറ്റ മൈനസ് R2 ഈക്വൽ ടു R മൈനസ് a/2 കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R1 into R2, that is R plus a/2 cos theta into R minus a/2 cos theta. ഇനി അതിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ചെയ്യാം. എന്ത് വരും? R മൈനസ് R പോയി. പിന്നെ a/2 കോസ് തീറ്റ മൈനസ് a/2 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ പ്ലസ് a/2 കോസ് തീറ്റ അല്ലേ. പ്ലസ് 2 ടൈംസ് a/2 കോസ് തീറ്റ, ദാറ്റ് ഈസ് a കോസ് തീറ്റ എന്ന് വരും. ദെർഫോർ V ഈക്വൽ ടു എന്തോരും a/2 കോസ് തീറ്റ മൈനസ് a/2 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ആയിട്ട് വന്നത് Q/4πε0 ഇൻറ്റു എന്തോരും a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പം എന്ത് വരും? R സ്ക്വയർ മൈനസ് a സ്ക്വയർ ബൈ 4 കോസ് സ്ക്വയർ തീറ്റ. R സ്ക്വയർ മൈനസ് a സ്ക്വയർ ബൈ 4 കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിരുന്ന ഒരു അപ്രോക്സിമേഷനാണ് ദ ഡിസ്റ്റൻസ് a
ഈസ് മച്ച് സ്മോളർ ദാൻ ദ ഡിസ്റ്റൻസ് ആർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ അഥവാ എ സ്ക്വയർ ടേം നെഗ്ലക്റ്റ് ചെയ്യാം. ദെൻ വി ഗെറ്റ് വി ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇൻറ്റു എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി വാട്ട് ഈസ് ക്യു എ? ക്യു എ നമ്മൾ പഠിച്ചതാണ്. ക്യു എ ഈക്വൽ ടു പി, ദാറ്റ് ഈസ് ഡൈപോൾ മൊമെൻറ്റ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇൻറ്റു എ കോസ് തീറ്റ അല്ലേ. അപ്പോൾ ഈ ക്യൂ എക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? പി കൊടുക്കുകയാണ്. അപ്പോൾ 1/4πε0 പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. വി ഈക്വൽ ടു 1/4πε0 പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എനി പോയിന്റ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് ആക്സിസിലുള്ള പോയിന്റിലും ഇക്വേറ്ററിലുള്ള പോയിന്റും കൺസിഡർ ചെയ്യും. ആക്സിസിലുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് അവിടെ വരിക അല്ലേ. ഇവിടെ ആയിരിക്കും പി എന്ന് പറഞ്ഞ പോയിന്റ് വരിക. ആക്സിസിലാണെങ്കിൽ പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഇങ്ങനെ അങ്ങോട്ട് വരികയാണെങ്കിൽ ഈ തീറ്റയുടെ വാല്യൂ എന്തായിട്ട് വരും? ആക്സിസിലാണെങ്കിൽ തീറ്റ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ വി അലോങ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/4πε0 പി കോസ് 0 1. Therefore P divided by R square. V along the axis. ഇനി ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ സെൻറ്റർ ബൈസെക്ടർ ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇവിടെയാണ് വരിക പോയിന്റ്. എന്നുവെച്ചാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ എന്ത് വരും? വി ഇക്വേറ്ററിലാണെങ്കിൽ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി കോസ് 90 0. Therefore VE അതായത് പൊട്ടൻഷ്യൽ അലോങ് ദ ഇക്വറ്റോറിയൽ ലൈൻ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ we have derived an expression for the potential due to a dipole at any point as V equal to 1/4πε0 P cos theta by R square. ഇവിടെ P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ്, തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. ഡൈപോൾ ലെങ്ത്തുമായിട്ട് ആർ എന്ന ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ആംഗിളാണ്. വേർ ആർ ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി ഡൈപോൾ. ഓക്കെ.